ഹായ് കൂട്ടുകാരെ, ആദ്യ നവി വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഒരു ഡിന്നറിന് ഉണ്ടാക്കിയ ഫുഡിന്റെ വിശേഷങ്ങളാണ്. ഇന്ന് നവീന്റെ വക ഒരു സ്പെഷ്യൽ ഡിന്നർ ആയിരുന്നു. ക്രീമി ചിക്കൻ വിത്ത് സ്മാഷ്ഡ് പൊട്ടറ്റോ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു റെസിപ്പിയാണ്. നമ്മൾ പുറത്ത് കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിൽ ഉണ്ടാക്കിയപ്പോൾ അതിലും നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നി. നല്ല ഒരു എളുപ്പമുള്ളൊരു ഫുഡും കൂടെയാണ് കേട്ടോ അത്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് ചെയ്തതെന്ന് നോക്കാം. ചിക്കൻ്റെ ബ്രസ്റ്റ് ആയിരുന്നു വാങ്ങിച്ചത്. അത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ചെറുതാക്കണം നിർബന്ധമല്ല, പക്ഷെ നമ്മളതൊന്ന് ചെറുതാക്കി അതുപോലെ അതിൽ ചെറുതായിട്ടൊന്ന് വരയൊക്കെ ഇട്ട് കൊടുത്തു. അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും ചെയ്യാം. ബോൺലെസ് ചിക്കൻ ആണ് കേട്ടോ അതിന് നല്ലത്. നമ്മൾ ഹെർബ്സ് ആയിട്ടുള്ള ഒറിഗാനോ ഇട്ട് കൊടുത്തു, പാപ്രിക്ക, അതുപോലെ പെപ്പർ ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ആയിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ കുറച്ച് ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സ്മാഷ്ഡ് പൊട്ടറ്റോയ്ക്കുള്ള പൊട്ടറ്റോസ് ഒക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ട് ഒരല്പം ഉപ്പിട്ടിട്ട് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുത്തു. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പൊട്ടറ്റോ ഇങ്ങനെ സ്മാഷ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് നുറുക്കിയെടുത്ത് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്തിരുന്ന് ഈ പൊട്ടറ്റോ വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ വറുക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒലീവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. കോക്കനട്ട് ഓയിലൊന്നും ഒരിക്കലും ഉപയോഗിക്കരുത്, കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് മാറിപ്പോകും. അപ്പൊ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ അതൊന്നിലിട്ടൊന്ന് വറുത്തെടുത്തു. ഓരോ സൈഡും, 2 സൈഡും നിറച്ച് തിരിച്ചിട്ട് വറുത്ത് എടുക്കുന്നുണ്ട്. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, അപ്പൊ നമ്മളൊന്ന് മറച്ചിട്ടു. അങ്ങനെ 2 സൈഡും വേവിച്ചെടുത്തിട്ട് നമ്മൾ ഇത് പാത്രത്തിലേക്ക് മാറ്റി. ഈ പാത്രം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളൊരു വേറെ പാത്രത്തിലേക്ക് അതിനൊക്കെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാൻ തന്നെ ഒന്ന് വൃത്തിയാക്കി എടുത്തു. അപ്പോൾ പാൻ വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് ബട്ടറാണ് ഇട്ട് കൊടുത്തത്. ബട്ടർ എന്തായാലും വളരെ നെസസറി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇതില്. ബട്ടറിലേക്ക് കുറച്ച് മൈദ, കോൺഫ്ലവർ ആവശ്യമുണ്ടെങ്കിൽ ഇടാം. ഇതിവിടെ നമ്മൾ അത്ര ഇട്ടില്ല. മൈദ ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം ഒരു തിക്നെസ് ഫീൽ ചെയ്തു. അപ്പം മൈദയിൽ തന്നെ നിർത്തി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പൊ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ഗ്രേവി ഒന്ന് ലൂസാക്കും, പിന്നെ ആ പൊടിയൊക്കെ ഒന്ന് വേവാനും കൂടെ വേണ്ടിയിട്ടുള്ള നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു. നന്നായി തെളിഞ്ഞ് ആ ബട്ടർ നമുക്കിങ്ങനെ തെളിഞ്ഞു വരുന്ന ഒരു ബട്ടർ നമുക്കിങ്ങനെ കാണാമായിരുന്നു. ആ ഒരു സമയത്ത് നമ്മൾ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്തു, കുക്കിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ഹെർബ്സ് ആയിട്ടുള്ള ഒറിഗാനോ, അതുപോലെ പെപ്പർ, ആവശ്യത്തിന് സോൾട്ട്, ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് സോൾട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും തന്നെ ആയപ്പോഴത്തേക്കും തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു കൺസിസ്റ്റൻസിന് നമുക്കിതിനെ വാങ്ങി. ഈ ഒരു പരുവത്തിൽ, അതായത് ഒരു ക്രീമി ആയിട്ടുള്ള ഈ ഒരു പരുവത്തിൽ നമ്മൾ അതിനെ വാങ്ങി. അതിൻ്റെ ടേസ്റ്റ് നോക്കണം കേട്ടോ ഈ സമയത്ത്. ഉപ്പും ബാക്കി ചെറിയൊരു എരിവില്ല, എന്നാലും ഈ ഗ്രീൻ ചില്ലി ഇടണമെങ്കിൽ, പച്ചമുളകൊക്കെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ അതിൽ ഞങ്ങളൊന്നും ആഡ് ചെയ്തില്ല. മറ്റേ പെപ്പറിന്റെ മാത്രമേ എരിവാണുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മുടെ പൊട്ടറ്റോസ് ഒക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ഒരു സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ട് ഡ്രെയിൻ ചെയ്തെടുത്തു. എന്നിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി സ്മാഷ് ചെയ്തെടുത്ത പൊട്ടറ്റോയിലേക്ക് പെപ്പറും ഒറിഗാനോ, അതുപോലെ കുറച്ച് കുക്കിംഗ് ക്രീമും ഉപ്പും ഒക്കെ ചേർത്ത് നല്ലൊരു ടേസ്റ്റ് ആക്കി എടുത്തു. അതിനുശേഷം കുറച്ച് പ്ലേറ്റിംഗ് ചെയ്ത് നോക്കാൻ അറിയുന്ന രീതിയിൽ പ്ലേറ്റിൽ സ്മാഷ്ഡ് പൊട്ടറ്റോ ഒന്ന് വെച്ചു. അതിന്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും അതിന്റെ മുകളിലായിട്ട് ഒരു ടോപ്പിംഗ് പോലെ ആ ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. കാരണം എന്നും കഴിച്ച് മടുത്ത രുചികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്ന് കഴിക്കാൻ തോന്നുമ്പോഴും, അതുപോലെ ഗസ്റ്റ് ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ടേബിളിൽ ഒരു കാഴ്ചക്ക് തന്നെ നല്ലൊരു രസകരമായിട്ടുള്ളൊരു ഫുഡാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാനും, അതുപോലെ തന്നെ ടേസ്റ്റ് വരെ കേട്ടോ, നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് മീറ്റൊക്കെ വെന്തിട്ടുണ്ട്. അതുപോലെ ആ ഒറിഗാനോയും ബട്ടറും ഒക്കെ ചെല്ലുമ്പോൾ ഉള്ള ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അതെല്ലാം ഇതിൽ വളരെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മുടെ നാടൻ മസാലകളൊക്കെ മാക്സിമം ഉപയോഗിക്കാതിരിക്കുക തന്നെയാണ് ഈ ഒരു ഡിഷിന് നല്ലത്. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. മോൾക്കും കുറച്ച് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മോള് കുറച്ചൊക്കെ കഴിച്ചു.
അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ടേക്ക് കെയർ. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റാ ബൈ.